രാജ്യത്തെ ഐസറുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ മലയാളികൾക്ക് നേട്ടം. ചരിത്രത്തിൽ ആദ്യമായി മുഴുവൻ മാർക്കും സ്വന്തമാക്കി എറണാകുളത്തെ വിവേക് മേനോൻ അഖിലേന്ത്യാ തലത്തിൽ ഒന്നാമനായി. വിവേക് ഉൾപ്പെടെ ബ്രില്യൻറ്റിൽ പരിശീലനം നേടിയ നിരവധി വിദ്യാർത്ഥികളാണ് ഐസർ എൻട്രൻസിൽ ഉന്നത വിജയം നേടിയത്. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ ഏറ്റവും അധികം കരിയർ ഡെവലപ്മെൻറ്റുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് സംസാരിക്കുന്നത് ജോബി സാറാണ്. ഈ ഒരു സെഷനിലും എത്രയും സ്നേഹത്തോടെ സാറിനോട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ IAT 2024 ജൂൺ 9 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജിയുടെ ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ നമുക്ക് ലഭിക്കുന്ന സാധ്യതകളെ വിലയിരുത്താനാണ് ഇന്ന് ജോബി സാർ നമ്മളോടൊപ്പം ചേരുന്നത്. ജൂൺ 9 ഓൺലൈനായിട്ട് നടക്കുന്ന ഈ എക്സാമിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏപ്രിൽ 1 ആരംഭിക്കുന്നതും എന്താണ് ഐസറുകൾ എന്നുള്ളതും ഐസറുകളിൽ നിന്നൊക്കെ കിട്ടുന്ന റിസർച്ച് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ മുൻ വീഡിയോകളിൽ സാർ വ്യക്തമായിട്ട് പറഞ്ഞു നൽകിയിട്ടുമുണ്ട്. ഏത് ഐസറുകളാണ് അതിൻ്റെ ടോപ്പ് ഓർഡർ എന്നൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. IAT 2024 നമ്മൾ എങ്ങനെ നോക്കിക്കാണണം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളത് ആദ്യം ചോദിച്ച് മനസ്സിലാക്കാം. സാർ, മുൻ വർഷങ്ങളിൽ നിന്നും IATയുടെ വ്യത്യാസങ്ങൾ, കൂടുതലായിട്ട് അതിന് കിട്ടുന്ന പ്രാധാന്യം എന്താണ് IAT 2024? IAT 2024 മുമ്പെങ്ങും ഇല്ലാത്ത പ്രാധാന്യം ഉണ്ടെന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും. കാരണം മുൻ വർഷങ്ങളിൽ ഐസറുകളിലേക്കുള്ള അഡ്മിഷൻ്റെ ഒരു ചാനൽ IAT ആയിരുന്നു. അതെ അതെ. പക്ഷേ 2024 മുതൽ IAT വഴി മാത്രമേ ഐസറിലേക്ക് അഡ്മിഷൻ ഉള്ളൂ. 7 ഐസറുകളിലെയും ഈ 5 ഇയർ BSMS ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളും 4 ഇയർ BS പ്രോഗ്രാമുകളുടെയും മുഴുവൻ പ്രവേശനവും 100% സീറ്റുകളും ഈ IAT ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഐസർ കൂടാതെ IISc ബാംഗ്ലൂരിലെ BS 4 ഇയർ BS പ്രോഗ്രാമിൻ്റെ ഒരു അഡ്മിഷൻ ചാനൽ എന്ന് പറയുന്നത് IATയുടെ സ്കോറാണ്. തീർച്ചയായിട്ടും. കഴിഞ്ഞ വർഷമാണ് ഇത് ആരംഭിച്ചത്. IAT വഴി തീർച്ചയായിട്ടും അഡ്മിഷൻ കൊടുക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ഓപ്പൺ ജനറൽ ന്യൂട്രൽ കാറ്റഗറിയിൽ 17ാമത്തെ റാങ്ക് വരെ തീർച്ചയായിട്ടും നമ്മുടെ മലയാളിയായ വിവേക് മേനോൻ, അതായത് IAT എക്സാമിൽ 240 വാങ്ങി ചരിത്ര വിജയം നേടിയ ഒന്നാം റാങ്ക് വിവേക് മേനോൻ ഉൾപ്പെടെയുള്ളവർ അവിടെ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ലാസ്റ്റ് ജനറൽ ന്യൂട്രലിൽ 17 ഗേൾസിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 31 റാങ്ക് വരെ റേഞ്ചിൽ ഓപ്പൺ കാറ്റഗറി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അതുകൂടാതെ മദ്രാസ് IIT അവരും കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയിരിക്കുന്നത്. അവരുടെ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പുതിയൊരു കോഴ്സ് കഴിഞ്ഞ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതും IAT വഴിയാണ്. അവിടുത്തെ മുഴുവൻ സീറ്റും ഫില്ല് ചെയ്ത് IATയുടെ സ്കോർ ബേസിലാണ്. IIScക്ക് ശേഷമാണ് അങ്ങോട്ടേക്ക് കുട്ടികൾ ഓപ്റ്റ് ചെയ്തെന്നുള്ളതും. അതിനിടയ്ക്ക് മറ്റൊരു പ്രത്യേകത കണ്ടത്, പല കുട്ടികളും ഐസർ പൂനെക്ക് ശേഷമാണ് ഈ പറഞ്ഞ മദ്രാസ് IITയിലേക്ക് പോയി കണ്ടത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തുടക്കം ആദ്യത്തെ വർഷമായതുകൊണ്ടാകാം ഈ വർഷം മാറ്റം വരാം. മിക്കവാറും രണ്ടാമത് വരാവുന്നത് മദ്രാസ് IITയുടെ ഈ പ്രോഗ്രാം തന്നെയായിരിക്കും. അവർ ഇതുവരെ ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ഒന്നും ആയിട്ടില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ നേരിട്ട് മദ്രാസ് IITയിലേക്ക് അപ്ലൈ ചെയ്യണം. IASc ആണെങ്കിൽ അങ്ങോട്ടും അപ്ലൈ ചെയ്യണം. സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ഐസറുകളും IAScയും മദ്രാസ് IITയിലെ മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഈ 3 പ്രോഗ്രാമുകളിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാംസുമാണ്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്ഥാപനം നമ്മൾ കേരളത്തിൽ അന്വേഷിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എത്തുന്നത് ബാംഗ്ലൂർ IIScയിലായിരിക്കും. അവിടെ 4 ചാനലുകളിലൂടെ പ്രവേശനമുണ്ടെന്ന് നമുക്കറിയാം. JEE മെയിൻ, JEE അഡ്വാൻസ്ഡ്, നീറ്റ്, ഐസർ. വിവേക് മേനോൻ നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 1 വിവേക്. വിവേകിന് പഠിച്ച സമയത്ത് തന്നെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കുക, അതിപ്പം IIT ആണെങ്കിലും NIT ആണെങ്കിലും അല്ലെങ്കിൽ മെഡിക്കൽ ആണെങ്കിലും ഏതിനാണെങ്കിലും ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു വിവേകിൻ്റെ ആഗ്രഹം. അപ്പം ISc പോലൊരു സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് എത്താൻ പറ്റിയത് ഈ ഒരു ടെസ്റ്റിൻ്റെ 1ാം റാങ്കിലൂടെയാണ് എത്താൻ സാധിച്ചത്. അപ്പം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഈ ഒരൊറ്റ എക്സാമിലൂടെ. ഒരുപക്ഷെ JEE അഡ്വാൻസ് എനിക്ക് തോന്നുന്നു ഒരു 300 റാങ്ക് അല്ലെങ്കിൽ ഒരു നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് IIT മദ്രാസ് അല്ലെങ്കിൽ IIT മുംബൈയിലൊക്കെ നമുക്ക് CS പോലുള്ള പ്രോഗ്രാമുകൾ കിട്ടുകയുള്ളൂ.
അതുപോലെ തന്നെ കിടപിടിക്കുന്ന ഒരു പ്രോഗ്രാമിലോട്ട് എത്തിപ്പെടാനും ഈ ഒരു എക്സാമിലൂടെ, അതായത് ജൂൺ 9 നടക്കുന്ന എക്സാമിലൂടെ നമ്മുടെ കുട്ടികൾക്കും സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വർഷം നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഇതുവരെ ഈ 2023 ബോർഡ് എക്സാം കഴിഞ്ഞവർക്കും 24 എഴുതാൻ പോകുന്നവർക്കുമാണ് ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എങ്കിൽ ഈ വർഷം നോട്ടിഫിക്കേഷനിൽ 22 തീർച്ചയായിട്ടും, അതായത് റീറിപ്പീറ്റേഴ്സിനും കൂടെ 2022 ബോർഡ് എക്സാം എഴുതിയ കുട്ടികൾക്കും ഈ ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റിലേക്ക് പ്രവേശനം നേടാം. ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എഴുതുകയും ഈ 3 പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രവേശനത്തിനായിട്ട് അപേക്ഷിക്കുകയും ചെയ്യാം. ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ച് സാറൊന്ന് വിവരിക്കാമോ? IIT 3 മണിക്കൂർ എക്സാമാണ്. സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഓക്കെ, ഈ 4 സബ്ജക്റ്റും ഉണ്ടായിരിക്കും. പിന്നെ അതിനകത്ത് നമുക്ക് IASയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് +2 പഠിച്ചവരായിരിക്കണം. തീർച്ചയായിട്ടും. അതുപോലെ മദ്രാസ് IITയിലും അപ്ലൈ ചെയ്യുന്നവർ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചവരായിരിക്കണം. +2 പഠിച്ചവർ. +2. പക്ഷേ ഐസറിൻ്റെ കാര്യത്തിൽ അങ്ങനെ നിർബന്ധമില്ല. പക്ഷേ എക്സാമിനേഷന് മാത്സ് ഉണ്ടായിരിക്കും. ഈക്വൽ വെയിറ്റേജ് ആണ് എല്ലാ സബ്ജക്റ്റും. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണത്തിന് കുറവുണ്ടെന്നോ അങ്ങനെ ഒന്നുമില്ല. സബ്ജക്ട് കട്ട് ഓഫ് ഇല്ല. സബ്ജക്ട് കട്ട് ഓഫ് ഇല്ല. അപ്പോൾ 15 ക്വസ്റ്റ്യൻ, ടോട്ടൽ 60 ക്വസ്റ്റ്യൻ വരും. ക്വസ്റ്റ്യൻ കറക്റ്റാകുന്ന ക്വസ്റ്റ്യന് 4 മാർക്കും ഇനി നെഗറ്റീവ് മാർക്കുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് 240 കിട്ടി. അപ്പോൾ 60 × 4 240 ഫുൾ സ്കോർ. ടഫ്നെസിന്റെ ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പോലെ ഏതായിരിക്കും? നീറ്റിനേക്കാളും അല്പം കൂടി ടഫാണ് ജെഇ മെയിൻ്റെ. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ജെഇ മെയിൻ ലെവൽ വരുന്നുണ്ട്. ഇനി അതിനും അല്പം കൂടി മുകളിൽ വരുന്ന ആ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജെഇ മെയിനും അതിനും അല്പം കൂടി മുകളിൽ. അഡ്വാൻസ്ഡ് ലെവലിൽ ഒരു അല്പം താഴെയെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കും. വലിയ വ്യത്യാസം അവിടെ കാണുന്നില്ല. ആ ഒരു ലെവലിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആരാണ് നടത്തുന്നത്? ആരാണ്? NTA ആണോ? NTA അല്ല. ഐസർ തന്നെ നേരിട്ട് നടത്തുന്ന ടെസ്റ്റാണ്. അവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നിലവിൽ നമ്മൾ NTA ഒരു രീതിയിൽ നിന്നൊക്കെ മാറി നമുക്ക് കൂടുതലായിട്ട് സബ്ജക്റ്റ് ഡീപ്പായിട്ട് നോക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷേ സബ്ജക്റ്റ് കട്ട് ഓഫ് ഇല്ല. നിങ്ങൾക്ക് ഐസറുകളിലെ പ്രവേശനമാണെന്നെങ്കിൽ +1 +2 മാത്തമാറ്റിക്സ് പഠിക്കണം, അല്ലെങ്കിൽ ബയോളജി പഠിക്കണം നിർബന്ധമില്ല. പക്ഷേ 4 സബ്ജക്റ്റുകളും നമ്മുടെ റാങ്കിനായിട്ട് പരിഗണിക്കും. ഈ IISc ബാംഗ്ലൂരിലും IIT മദ്രാസിലുമാണെങ്കിൽ മാത്രം +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നിങ്ങൾ ICA വിഷയമായിട്ട് എടുത്ത് പഠിച്ചിരിക്കണം എന്നുള്ള നിബന്ധന മാത്രമേ ഉള്ളൂ. സെപ്പറേറ്റ് സബ്ജക്റ്റ് കട്ട് ഓഫ് IITക്ക് ഇല്ല എന്നുള്ളതാണ് ഇത്ര നമുക്ക് മനസ്സിലായത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രവേശന രീതികൾ? നമുക്ക് എല്ലാം സാർ പറഞ്ഞു സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ IITക്ക് നമ്മൾ ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷമുള്ള പ്രോസസ്സുകൾ, അതിൻ്റെ ഇപ്പം ഐസറുകൾക്ക് അവരുടേതായ ഒരു അഡ്മിഷൻ ചാനൽ ഉണ്ട്. ഓൺലൈൻ കൗൺസിലിംഗ് വഴിയാണ്. മറ്റേ IIScയുടെ സൈറ്റ് ഓപ്പൺ ആക്കും. ഏപ്രിൽ മെയ് മാസത്തിൽ ഓപ്പൺ ആക്കി ഇടും. അഡ്വാൻസ്ഡ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഒരു കുട്ടിക്ക് പല എക്സാം, ഇപ്പം നീറ്റ് എഴുതുന്നുണ്ടായിരിക്കും, JEE അഡ്വാൻസ്ഡ്, JEE മെയിൻ ഒക്കെ, അതിനെല്ലാത്തിനും അപ്ലൈ ചെയ്യാം. IIScയോട് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സ്കോർ കൊടുത്തോണ്ടിരിക്കുക. ഓക്കെ. അപ്പം IISc ബാംഗ്ലൂരിൽ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഏപ്രിൽ മെയ് മാസത്തിൽ അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീറ്റിന്റെ ഒക്കെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ രജിസ്ട്രേഷൻ അവർ ക്ലോസ് ചെയ്യും. അത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടേക്ക്. അത് തന്നെ. പിന്നെ അഡ്വാൻസ്ഡിന്റെ ഒക്കെ നമുക്ക് താമസം. അപ്പൊ ആ റിസൾട്ട് വരുമ്പോൾ അത് സ്കോർ കൊടുക്കാന്നുള്ളൂ. അതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിടുക. എന്നിട്ട് നമുക്ക് ഒരു കുട്ടിക്ക് തന്നെ പല ചാനലിൽ പല എൻട്രൻസ് എഴുതുന്നുണ്ടെങ്കിൽ ആ ചാനലുകൾക്കൊക്കെ സെലക്ട് ചെയ്യാം. ആ റിസൾട്ട് വരുമ്പോൾ നമ്മൾ തന്നെ കയറി അത് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം അവർ നോട്ടീസ് അയക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഏതിനാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നുള്ളത് ഇമെയിൽ വഴി നമ്മളെ അറിയിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ IIT മദ്രാസിൽ നമുക്ക് പഠിക്കണമെങ്കിലും IIT മദ്രാസ് IITM.ac.in തന്നെയാണല്ലേ. IIT മദ്രാസിന്റെ വെബ്സൈറ്റിൽ നമ്മൾ അതിന് അപ്ലൈ ചെയ്യുകയും IITയുടെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ ആ റിസൾട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഇനി നമുക്ക് IIScയിലൊക്കെയുള്ള ഈ 4 year BS പ്രോഗ്രാം അല്ലെ ഐസറിലുള്ള പ്രോഗ്രാം, ഈ പ്രോഗ്രാമുകളെ കുറിച്ച് നമുക്ക് പറയാൻ. ഐസറുകളിൽ നമുക്ക് പ്രധാനമായിട്ടും 2 പ്രോഗ്രാം അല്ലെ 2 അല്ലെ 3 എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ നമ്മൾ 5 year ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഡ്യുവൽ ഡിഗ്രി BSMS പ്രോഗ്രാം, അതാണ് കോമൺ ആയിട്ടുള്ളത്. അത് തന്നെ 2 തരമുണ്ട്. ബേസിക് സയൻസ് പ്രോഗ്രാമും ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി. നമ്മുടെ തിരുവനന്തപുരം ഐസറിലൊക്കെ 2 പ്രോഗ്രാമും ഉണ്ട്. തിരുവനന്തപുരമാണ് ഏറ്റവും അധികം ഒരു ഇൻടേക്ക് വരുന്ന ഒരു ഐസർ തിരുവനന്തപുരമാണ്. അപ്പം ബേസിക് സയൻസിൻ്റെ പ്രോഗ്രാംസും ഇൻ്റഗ്രേറ്റഡ് ഇൻ്റർ ഡിസിപ്ലിനറി, അപ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് താനും. അങ്ങനെയുള്ള 2 തരത്തിലുള്ള പ്രോഗ്രാമുണ്ട്. പിന്നെ ഉള്ളത് 4 year BS പ്രോഗ്രാമാണ്. 4 year BS പ്രോഗ്രാം എഞ്ചിനീയറിംഗ് സയൻസ് ഉണ്ട്. അത് ഭോപ്പാൽ ഐസറിലാണ് ഉള്ളത്. കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ ഡാറ്റാ സയൻസ് ഉണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ. ഈ 3 എഞ്ചിനീയറിംഗ് പ്രോഗ്രാം. പിന്നെ BS ഇക്കണോമിക്സ് ഉണ്ട്.
അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ 5 ഇയർ അത് ബേസിക് ആയിക്കോട്ടെ, ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി ആയിക്കോട്ടെ, ആദ്യത്തെ 2 വർഷം ബേസിക് സയൻസ്, എല്ലാ സയൻസ് സബ്ജക്റ്റും, അല്പം ഹ്യൂമാനിറ്റീസും, അല്പം ലാംഗ്വേജും, അല്പം പ്രോഗ്രാമിങ്ങും എല്ലാം കൂടെ കൂട്ടി അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എല്ലാ സബ്ജക്റ്റുകളും ആദ്യത്തെ 2 വർഷം, അതായത് 4 സെമസ്റ്റർ പഠിച്ച് കഴിഞ്ഞിട്ടാണ് മെയിൻ സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. പക്ഷെ നമുക്ക് ചൂസ് ചെയ്യാനാവില്ല. അത് നമുക്ക് അലോട്ട് ചെയ്ത് വരുന്നത്. അത് ഇനി അത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണെങ്കിൽ അതിൻ്റെ മറ്റേ നമ്മൾ ആദ്യം സൂചിപ്പിച്ച ഇൻ്റഗ്രേറ്റഡ് ഇൻ്റർഡിസിപ്ലിനറി പ്രോഗ്രാം ആണെങ്കിൽ അതിന് അല്പം കൂടി ഡിമാൻഡുണ്ട്. ഡാറ്റാ സയൻസ് ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതിലേക്കും നമുക്ക് സെലക്ഷൻ കിട്ടണം 2 വർഷം കഴിയുമ്പോൾ. അതേസമയം നമ്മൾ 4 ഇയർ എഞ്ചിനീയറിംഗ് സയൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ 1 വർഷം എല്ലാ ബേസിക് സയൻസും പഠിക്കണം. 1 വർഷം 2 വർഷം പഠിക്കണം. പിന്നെയുള്ള 2 വർഷമാണ് നമ്മൾ മേജർ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലേക്ക് പോകുന്ന 3 എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ആവണം. അപ്പോൾ 2 വർഷം ബേസിക് ആയിട്ട് എല്ലാ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളെ കുറിച്ചും നമുക്കൊരു ഒരു ഗ്രാഹ്യം കിട്ടും. അത് ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള പ്രോഗ്രാമുകൾ അതും കഴിഞ്ഞെന്ന് വേണേൽ പറയാം, മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാമുകളാണ് ഇനി വേണ്ടത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ല ഒരു കാര്യം തന്നെയാണ്. ഇനി BS എക്കണോമിക്സ് ആണെങ്കിൽ 1 വർഷം ബേസിക് സയൻസ് പഠിക്കുന്നുണ്ട്. അതിനകത്ത് ബേസിക് സയൻസും എക്കണോമിക്സിന്റെ ഇൻട്രഡക്ടറി പ്രോഗ്രാംസേ ഉള്ളൂ. സയൻസ് ആണ് ഫസ്റ്റ് ഇയർ വരുന്നത്. സയൻസിന്റെ കുറച്ച് സബ്ജക്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ എക്കണോമിക്സിന്റെ ഇൻട്രഡക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നത്തെ 3 വർഷമാണ് എക്കണോമിക്സിലെ മേജർ കോറായിട്ടുള്ള സബ്ജക്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ അവിടെയും നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ട്. ഈ എക്കണോമിക്സ് ആണെങ്കിലും അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ മാത്തമാറ്റിക്സ് +2 പഠിച്ചിരിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഞ്ചിനീയറിംഗ് സയൻസിലാണെങ്കിലും മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം. ബാക്കിയുള്ള ഈ 5 ഇയർ പ്രോഗ്രാമുകൾക്ക് മാത്സ് ഈവൻ പഠിച്ചിട്ടില്ല, പഠിക്കാതെ കുട്ടി IIT വഴി സ്കോർ ചെയ്ത് കയറി വന്നെങ്കിലും അവൻ അഡ്മിഷൻ ഉണ്ടാവും. പിന്നീട് ഈ ബേസിക് സയൻസ് പഠിക്കുന്ന സമയത്ത് മാത്തമാറ്റിക്സിന് അവനത് ടേക്കപ്പ് ചെയ്ത് വരാൻ പറ്റും. ഇത് നമ്മൾക്ക് ഈ 5 ഇയർ BSMS പ്രോഗ്രാം അല്ലെ 4 ഇയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള സാധ്യതകൾ ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഒരു മൈൻഡ് ഉള്ളവരാണോ ഇത് സെലക്ട് ചെയ്യേണ്ടത്? ഇതിൻ്റെ അടുത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രീം ചേഞ്ച് ചെയ്ത് നമുക്ക് എക്കണോമിക്സിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലോട്ടൊക്കെ നമുക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് ഇവിടെ കൂടുതലും കുട്ടികൾ ഒരു 80%ഓളം, ഒരു 75 to 80% കുട്ടികൾ ഹയർ സ്റ്റഡി ഓപ്ഷൻ എസ്പെഷ്യലി റിസർച്ചിലേക്കാണ് പോയി കാണുന്നത്. അത് കൂടുതലും അബ്രോഡാണ്. അത് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് തന്നെ, സ്റ്റാൻഫോർഡും ഓക്സ്ഫോർഡും അതുപോലെ ഹാർവാർഡിലൊക്കെ യെയിൽ യൂണിവേഴ്സിറ്റികളുണ്ട്. പിന്നെ നമ്മുടെ ജോൺ ഹോപ്കിൻസ് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ പോകുന്ന കുട്ടികളുണ്ട്. ജർമ്മനിയിലേക്കുള്ള യൂണിവേഴ്സിറ്റി, മാക്സ് പ്ലാങ്കിലേക്ക്, അങ്ങനെയൊക്കെ കുട്ടികൾ കൂടുതലും പോകുന്നുണ്ട്. ഒരു 20% കുട്ടികൾ ഇപ്പോൾ അവിടെ പ്ലേസ്മെൻറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ 20% കുട്ടികൾ, അത്രയും കുട്ടികളെ പ്ലേസ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യുന്നുള്ളൂ. അവർക്ക് അത്യാവശ്യം പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അത് എസ്പെഷ്യലി നമ്മുടെ എഞ്ചിനീയറിംഗ് സയൻസിലും അതിൻ്റെ അത് പാസ് ഔട്ടായി വരുന്നേ ഉള്ളൂ. എഞ്ചിനീയറിംഗ് സയൻസിലും എക്കണോമിക്സിലുമാണ് കൂടുതൽ പ്ലേസ്മെൻറ്റുകൾ കുട്ടികൾ ആഗ്രഹിക്കുന്നത്. ഈ എഞ്ചിനീയറിംഗ് സയൻസും എക്കണോമിക്സും പഠിക്കുന്നവർക്കും വീണ്ടും 1 വർഷം കൂടി അവിടെ നിന്ന് അത്യാവശ്യം പ്രോജക്റ്റും തീസിസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഡ്യുവൽ ഡിഗ്രി കിട്ടും. 5 വർഷമായി കഴിയുമ്പോൾ അവർക്കും ഡ്യുവൽ ഡിഗ്രി കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതും വേണമെങ്കിൽ കുട്ടികൾക്ക് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ റിസർച്ചാണ് കൂടുതലും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഓറിയൻറ്റേഷനുള്ള കുട്ടികളാണ് പോകേണ്ടത്. ഇനി റിസർച്ചിന് ശേഷം തിരിച്ചു വന്ന IIT-കളിലും ഒക്കെ പഠിപ്പിക്കാൻ ഉള്ള അധ്യാപകരും ഇങ്ങനെ വരുന്നുണ്ട്. വിദേശത്തൊക്കെ പോയിട്ട് അവിടെയുള്ള ഒരു എക്സ്പോഷർ കഴിഞ്ഞതിന് ശേഷം IIT-കളും NIT-കളും ഒക്കെ അങ്ങനെയുള്ള ടീച്ചേഴ്സിനെ, അപ്പോൾ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം IIT മദ്രാസിലെ പ്രോഗ്രാമിനെ കുറിച്ച് സാർ വ്യക്തമായിട്ട് അതിന് മാത്രമായിട്ടൊരു വീഡിയോ സാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴുള്ള പ്രേക്ഷകർക്കായിട്ട് ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു സംയോജിത പ്രോഗ്രാമിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം, അതിൽ IIT-യിലൂടെയുള്ളൊരു പ്രവേശനത്തിനെ കുറിച്ചുകൂടെയാണെങ്കിൽ? അപ്പോൾ നമ്മുടെ ഒരു ചിന്താഗതി ഇത് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ മദ്രാസ് IIT കാണുന്നത്. അത് മാറി ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് നമ്മൾ IISc ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള എല്ലാവരും അങ്ങനെ IISc ബാംഗ്ലൂരിലും ഇപ്പോൾ ബിടെക് ആരംഭിച്ചു. മാത്സ് ആൻഡ് കമ്പ്യൂട്ടേഷൻ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മദ്രാസ് IIT ആണ് ഈ പ്രോഗ്രാം നടത്തുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കും. തന്നെയുമല്ല, മദ്രാസ് IIT-യിൽ ഈ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഹോസ്പിറ്റൽസിലെയും ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലെയും ഒക്കെയുള്ള ഡോക്ടേഴ്സ് കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്ക് വലിയ വലിയ ഹോസ്പിറ്റൽസിൽ ഇന്റേൺ കിട്ടാൻ സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഏഷ്യയിലെ, എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. ലോകത്തിൽ 1-2 യൂണിവേഴ്സിറ്റികളിൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒത്തിരി ഉണ്ടെങ്കിലും കോഴ്സായിട്ട് അങ്ങനെ നടക്കുന്നില്ല. അപ്പോൾ വലിയൊരു സാധ്യതയുണ്ട്. അതുതന്നെയല്ല, ഇതിൻ്റെ MS-ഉം മാസ്റ്റേഴ്സും അതോടൊപ്പം തന്നെ PhD പ്രോഗ്രാമും ഈ കൂടെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടോപ്പ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലെ അല്ലെങ്കിൽ നല്ല റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുള്ള ഡോക്ടേഴ്സ് ഇവർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ്, ടെക്നോളജി, മെഡിക്കൽ ഫീൽഡിലുള്ള എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ച് അപ്പം മദ്രാസ് IIT ആകുമ്പം ആ രീതിയിൽ ടെക്നോളജിയെ കുറിച്ച് നമുക്ക് ഉള്ളു പറയേണ്ട കാര്യമില്ല. ഏറ്റവും മാക്സിമത്തിൽ നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ വലിയൊരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിനെക്കുറിച്ച് വലിയൊരു അവയർനെസ് കിട്ടാത്ത കാരണം കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ചത്. ഒരു ബാച്ച് പോലും പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷെ നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂട്ട് മദ്രാസ് IIT ആണ് നടത്തുന്നത്. അതും ഓഫ്ലൈൻ പ്രോഗ്രാമോടെയാണ്. അവരുടെ ഓൺലൈൻ പ്രോഗ്രാം പോലും വളരെ മികച്ചതാണ്. അപ്പോൾ പിന്നെ ഓഫ്ലൈൻ പ്രോഗ്രാമിൻ്റെ കാര്യം നമ്മൾ പറയണ്ട. അപ്പോൾ അത് പിന്നെ ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് വേണം. അവർ ഉദ്ദേശിക്കുന്ന അതാണ്. തീർച്ചയായിട്ടും. കാരണം AI മെഡിസിനൽ ഫീൽഡിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ കാര്യമായിട്ട് നമ്മൾ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷനിലെല്ലാം വന്നു കഴിഞ്ഞു. ഡയഗ്നോസിസിലും അതുപോലെ സർജറിയിലും എല്ലാം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖല അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. അതുപോലെ മെഡിസിൻസിൻ്റെ മാനുഫാക്ചറും വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇൻസ്ട്രുമെൻസിൻ്റെ ഡിസൈനും അതിൻ്റെ മെയിൻ്റനൻസും ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് ഹ്യൂമൻ ബോഡിയും കൂടെ അതിനെക്കുറിച്ചുകൂടെ പഠിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അത് വളരെ എഫക്റ്റ് ഉണ്ടാവും. കാരണം തീർച്ചയായിട്ടും ഒരു ഹൈ എൻഡ് ജോബിലേക്ക് തന്നെ ആയിരിക്കും ഒരു സ്റ്റുഡൻറ്റിനെ അത് ലീഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റിലോട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നീറ്റ് അല്ലെങ്കിൽ JEE JEE അഡ്വാൻസ്ഡൊക്കെ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ജൂൺ 9 നടക്കുന്ന ഈ ഓൺലൈൻ ടെസ്റ്റിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അപ്പം പലരും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ല ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും. 4 കൂടെ ചെയ്യുന്നവർ കുറവായിരിക്കും. അതിലെന്തെങ്കിലും ഒരു കൂടുതൽ മിച്ചമുള്ള സമയത്ത് അതർ സബ്ജക്റ്റും കൂടെ നോക്കുന്നതായിരിക്കില്ലേ നല്ലത്? എത്രത്തോളം അവർക്ക് റാങ്കിനെ അത് ഇപ്പോൾ വിവേക് എനിക്ക് തോന്നുന്നു IIT JEE അഡ്വാൻസ്ഡ് ഫോക്കസ് ചെയ്തിട്ടാണ്. പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഉള്ള 240 നേടിയ കോമ്പിനേഷനാണ് +2 പഠിച്ചിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ അതുപോലെ IIT ഫോക്കസ് ചെയ്യുന്ന ആൾ മാത്സ് പഠിക്കുകയും എന്നാൽ +2 NCERT ബയോളജി നന്നായിട്ട് ഫോക്കസ് ചെയ്യുകയും ഇനിയുള്ള ഒരു സമയത്ത് തീർച്ചയായിട്ടും അതുകൂടെ ഈ പറയുന്ന നീറ്റ് എക്സാമിനെ സംബന്ധിച്ചാണെങ്കിൽ നീറ്റ് മെയ് 5 തീയതി അവസാനിക്കും. ഒരു മാസം കിട്ടും. അപ്പോൾ നീറ്റ് ഫോക്കസ് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ച് മാത്സ് പഠിക്കാനായിട്ടുള്ള സമയമുണ്ട്. +2 മാത്സ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊടിതട്ടി എടുത്ത് കാര്യമായിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് കുറേ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് ഇതിനു വേണ്ടി ഒന്ന് ഫോക്കസ് ചെയ്യാണ്. കാരണം 3 സബ്ജക്റ്റ് ഒക്കെ ആയി. മെയ് 5 കൂടി മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞു 3 സബ്ജക്റ്റിന്റെ കാര്യം. പിന്നെ ഒരു സബ്ജക്റ്റേ ഉള്ളൂ. അതുകൂടെ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും IIT കയറാവുന്ന. കാരണം നല്ല സീറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ BSMS-ഉം BS-ഉം എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു 1930 സീറ്റോളം വരുന്നുണ്ട്. എല്ലാം കൂടെ അത്രയും വരുന്നുണ്ട്. അപ്പോൾ സീറ്റുകൾ നല്ല രീതിയിലുണ്ട്. പിന്നെ ഇതിനകത്ത് ടോപ്പ് റാങ്ക് കിട്ടുന്ന പല കുട്ടികളും JEE അഡ്വാൻസ് വരുമ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നീറ്റിൻ്റെ സ്കോർ വരുമ്പോൾ മെഡിക്കൽ ഫീൽഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ 3 ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ താല്പര്യം ഉണ്ടാകണം. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ പേരെടുത്ത് പറയുന്ന സ്ഥാപനങ്ങളാണിതെല്ലാം. തീർച്ചയായിട്ടും നമ്മുടെ ഐഡന്റിറ്റി തന്നെ ഈ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് താല്പര്യം ഉണ്ടാകണം. അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഐസറിന്റെ സൈറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ സബ്ജക്ട് 4ാമത്തെ സബ്ജക്ട് നമുക്ക് ഏതാണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിന്റെ ഏത് രീതിയിലായിരിക്കണം പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാകും. ബ്രില്യൻറ്റിന്റെ മോഡൽ പരീക്ഷകൾ ഈ മെയ് 5 ശേഷം നമ്മൾ റെഗുലറായിട്ട് ജൂൺ 9 വരെ ഈ ഐസറിന്റെ മോഡൽ ടെസ്റ്റുകളും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പം നമുക്ക് നീറ്റും അല്ലെങ്കിൽ JEE JEE അഡ്വാൻസ്ഡൊക്കെ ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു സാധ്യത തന്നെയാണ് IIT 2024 നമുക്കായിട്ട് നൽകുന്നത്. ഇനി IISc ബാംഗ്ലൂരിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. നമുക്ക് പല ചാനലുകളുണ്ട്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലുള്ള ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് IISc ബാംഗ്ലൂരിനെ കുറിച്ച്. അപ്പോൾ നീറ്റ്, JEE JEE അഡ്വാൻസ്ഡ്, IIT ഈ 4 ചാനലുകളാണ് IISc ബാംഗ്ലൂരിലോട്ട് നമുക്കൊരു അഡ്മിഷൻ കിട്ടാനായിട്ടുള്ളത്. ഒറ്റ വാക്കിൽ നമുക്ക് IISc ബാംഗ്ലൂരിൻ്റെ പ്രവേശന സാധ്യതകളെക്കുറിച്ച് കൂടി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സാറ് IITയുടെ റാങ്കിങ് പറഞ്ഞു. ഏതാണ്ട്
17 വരെയുള്ള 17 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ള ജനറൽ കാറ്റഗറിക്കും പെൺകുട്ടികളിൽ 31 വരെയുള്ള പെൺകുട്ടികൾക്കും ISC ബാംഗ്ലൂരിൽ IIT വഴി തന്നെ പ്രവേശനം കിട്ടിയിട്ടുണ്ട്. അവിടെയും നമുക്ക് BS അത് അവിടെ എന്താണ് പ്രോഗ്രാമാണ് അവർ സെലക്ട് ചെയ്യുന്നത്? BS 4 ഇയർ. അപ്പം നമ്മൾ IISc പറയുമ്പോൾ കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് JEE അഡ്വാൻസ്ഡ് ടോപ്പ് സ്കോർ വാങ്ങിച്ച കുട്ടിയും IIScയിലാണ് ചേർന്നിരിക്കുന്നത്. IIScയിൽ അതെ സഞ്ജയ് ചേർന്നിരിക്കുന്നത് JEE അഡ്വാൻസ്ഡിന്റെ സ്കോറിലല്ല. കാര്യം അഡ്വാൻസ്ഡിൽ സഞ്ജയ്ക്ക് ഈ പറഞ്ഞ കേരള ഓൾ ഇന്ത്യ റാങ്ക് അത്രയും റാങ്ക് കൊണ്ട് കേരളത്തിലെ ഒന്നാമനാണെങ്കിലും അദ്ദേഹം JEE മെയിൻ സ്കോറിന്റെ ബേസിൽ ആദ്യം അഡ്മിഷൻ എടുത്തായിരുന്നു. JEE മെയിൻ സ്കോറിന്റെ ബേസിൽ എടുത്തു. അപ്പോൾ JEE മെയിൻ നല്ല സ്കോർ കിട്ടുന്ന കുട്ടികളെ സംബന്ധിച്ച് അങ്ങനെ എടുക്കാം. പിന്നെ അഡ്വാൻസിൽ വരുമ്പം അങ്ങനെയുണ്ട്. നീറ്റ് വരുമ്പം നീറ്റ് സ്കോറിന്റെ ബേസിൽ എടുക്കാം. പിന്നെ IIT. അത് നിങ്ങൾ ആ പോയിന്റ് ശ്രദ്ധിച്ചിരിക്കുമെന്ന് താല്പര്യപ്പെടുന്നു. കാരണം നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ IIScയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം ഒരു കുട്ടി ഏതൊക്കെ പരീക്ഷകളുണ്ട്, ഈ 4 ചാനലിൽ ഏതൊക്കെ എഴുതുന്നുണ്ടോ അതെല്ലാം സെലക്ട് ചെയ്യണം. അതാത് റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് അതുവഴിയുള്ള അഡ്മിഷൻ ഉറപ്പിക്കാം. ഏപ്രിൽ 25-ാം തീയതിയാണ് JEE മെയിൻ റിസൾട്ട് വരുന്നത്. അപ്പം അതിൽ നമുക്ക് ടോപ്പ് സ്കോർ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ IIScയിൽ അഡ്മിഷൻ എടുക്കാം. അതിന് മുമ്പ് തന്നെ IISc രജിസ്ട്രേഷൻ അതിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. 15 രൂപയോടുകൂടി തീർച്ചയായിട്ടും ഓപ്പൺ ആക്കി മെയ് ആദ്യം കൊണ്ട് അവസാനിപ്പിക്കുക സാധ്യത. അത് കഴിഞ്ഞിട്ട് നീറ്റിന്റെ റിസൾട്ട് വരുമ്പോൾ നീറ്റിന്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് കൂടിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് കൂടി അഡ്മിഷൻ എടുക്കാം. JEE അഡ്വാൻസ്ഡ് വരുന്നത് ജൂൺ 12-ാം തീയതിയാണ്. അപ്പം അതിൽ കൂടെ നമുക്ക് എടുക്കാം. അതിനുശേഷം IITയുടെ റിസൾട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ജൂൺ 9-നാണെങ്കിൽ ഒരു ജൂൺ 20-ഓടുകൂടി ആയിരിക്കും അതിൻ്റെ റിസൾട്ട് വരാനുള്ള സാധ്യത. അതുവഴിയും നമുക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പം 4 സാധ്യതകളാണ് നമുക്ക് IISc ബാംഗ്ലൂരിൽ അഡ്മിഷൻ എടുക്കാനായിട്ടുള്ളത്. അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുകയും ആ താല്പര്യമുള്ളവർക്കെല്ലാം അതിലെല്ലാം സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുകയും ചെയ്യണം. ഐസറിന് അപ്ലൈ ചെയ്യണം, IISc ബാംഗ്ലൂരിന് അപ്ലൈ ചെയ്യണം, IIT മദ്രാസിലെ ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സംയോജിത പ്രോഗ്രാമിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സാറേ, അതുപോലെ ഈ IITകൾ അല്ലെ NITകൾ, IISc ബാംഗ്ലൂർ അത് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പം ഈ പല കുട്ടികൾക്കും ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് വലിയ പേടിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് അവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക ഭാരം വലുതാണോ എന്നൊരു പേടിയുണ്ട്. ഐസറുകളിലെ അല്ലെങ്കിൽ ഈ IIT മദ്രാസ് അല്ലെ IIScയിലൊക്കെ ഫീസ് ഘടന നമുക്ക് ഒരു തരത്തിലും ആ കുടുംബത്തിനെ ബാധിക്കുന്നതാണോ? അല്ലെങ്കിൽ അതിൻ്റെ സ്കോളർഷിപ്പ് സ്കീമുകൾ ഏതൊക്കെ രീതിയിലാണ്? ഐസറുകളിൽ വലിയ ഉയർന്ന ഫീസ് ഇല്ല. നമുക്ക് ട്യൂഷൻ ഫീ ഒരു 35,000 പെർ സെമസ്റ്റർ. പിന്നെ കോഷൻ ഡിപ്പോസിറ്റ് ആദ്യത്തെ അഡ്മിഷൻ ടൈമിൽ കോഷൻ ഡിപ്പോസിറ്റ് അങ്ങനെയുള്ള കുറച്ച് ഫീ എല്ലാം കൂടെ ഒരു 60,000 അല്ലെങ്കിൽ 70,000 റേഞ്ച് വരുമായിരിക്കും. പിന്നെ വരുന്നത് ട്യൂഷൻ ഫീ ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ആ 35,000 റേഞ്ചിലായിരിക്കും ഒരു 6 മാസം കൂടുമ്പോൾ നമ്മൾ ട്യൂഷൻ ഫീ ആയിട്ട് കൊടുക്കണം. ബാക്കി എക്സ്ട്രാ വരുമല്ലോ. പക്ഷെ അവിടെ ഇൻസ്പയർ സ്കോളർഷിപ്പ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവില്ല. ഇൻസ്പയർ സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പോക്കറ്റിലേക്ക് മാസം 5,000 രൂപ വരും. പിന്നെ കണ്ടിൻജൻസി ആയിട്ട് 20,000 രൂപ അങ്ങനെ 70,000 രൂപ വരെ അവർക്ക് കിട്ടാനുള്ള സാധ്യതയാണ് ഒരു വർഷം കിട്ടാം. IISc ആകുമ്പം എല്ലാവർക്കും സ്കോളർഷിപ്പ് ഉണ്ടാവും. ആർക്കെങ്കിലും സ്കോളർഷിപ്പ് ഇല്ലെങ്കിൽ പോലും അവർക്ക് മറ്റെന്തെങ്കിലും സ്കോളർഷിപ്പുകൾ, കാരണം ഒരുപാട് സ്പോൺസർഷിപ്പ് ഒക്കെ അവിടെ വരുന്നുണ്ട്, സ്കോളർഷിപ്പ് അവിടെ കിട്ടും. അവിടെ IIScയുടെ കാര്യത്തിൽ നമുക്ക് ഫീസും വളരെ കുറവാണ്. ഇനി ഫീസിനും അപ്പുറം നമുക്ക് പൈസ വേറെ സ്കോളർഷിപ്പായിട്ട് തന്നെ കിട്ടാറുണ്ട്. ഐസറിൽ ഇങ്ങനെ ഒരു ഇൻസ്പയർ ഇപ്പോൾ വളരെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. KVPYയും കൂടെ നിന്നുകൊണ്ട് സ്കോളർഷിപ്പിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് വളരെ. എന്നാലും നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു ഫീസ് സ്ട്രക്ചർ തന്നെ നമുക്ക് ഇവിടെ ഉള്ളെന്ന് പറയാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പം അത് ഏത് മേഖലയിലുള്ളതാണെങ്കിലും ഒന്ന് അവിടെ സ്കോളർഷിപ്പ് സ്കീമുകളുണ്ട്, മറ്റൊന്ന് നമ്മളെ സ്പോൺസർ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഇനി ബാങ്കിങ് മേഖല തന്നെയാണെങ്കിലും എഡ്യൂക്കേഷൻ ലോൺ പോലെയുള്ളതാണെങ്കിലും യാതൊരു കൊളാട്രൽ സെക്യൂരിറ്റിയും ഇല്ലാതെ തന്നെ ലോൺ നമുക്ക് കിട്ടാവുന്ന ധാരാളം ചാനലുകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പഠനം ഒരിക്കലും ഒരു കുടുംബത്തിനും അധിക ബാധ്യതയായി മാറുകയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല. ഒരു അഡ്മിഷൻ ലെറ്റർ വരുമ്പോൾ തന്നെ അതിനുള്ള സാധ്യതകൾ നമുക്ക് മുമ്പിൽ എത്തുകയും ചെയ്യും. അപ്പം IIT 2024 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അത് ഐസറുകളിലോട്ട് മാത്രമല്ല എന്നുള്ളതും അതിൻ്റെ സാധ്യതകളെയുമാണ് ജോബി സാർ ഇന്ന് നമുക്ക് പറഞ്ഞു നൽകിയത്. നമ്മളുടെ ഫോക്കസ് ഒരുപക്ഷെ JEE മെയിനോ JEE അഡ്വാൻസ്ഡ് അതായത് NITകൾ IITകൾ അല്ലെങ്കിൽ എയിംസുകളൊക്കെ ആയിരിക്കട്ടെ, അതിൽ നിന്ന് മാറുകയും ചെയ്യേണ്ട. പക്ഷേ ഇങ്ങനെയുള്ള സാധ്യതകൾ നമ്മുടെ കുട്ടികൾ മലയാളികൾ തിരിച്ചറിയണം. നമുക്കിനിയും സഞ്ജയ് P. മല്ലാരും വിവേക് മേനോനും 2024 ആവർത്തിക്കപ്പെടുകയും ചെയ്യണം. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും
അതാത് ഓൺലൈൻ ആപ്ലിക്കേഷൻ എത്രത്തോളം ആപ്ലിക്കേഷൻസ് കൊടുത്തിടാമോ, എത്രത്തോളം എൻട്രൻസുകൾ ഇപ്പം CUET ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇതിൻ്റെ ഈ സാധ്യതകളെല്ലാം നമ്മൾ നോക്കിയിട്ടായിരിക്കണം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ പ്രവേശനം നേടുവാനായിട്ട് ഓരോ കോളേജുകളിലും അഡ്മിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ നിരവധിയാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ജോബി സാറ് ബിർലൻറ്റിൻ്റെ നീറ്റിൻ്റെ ചാനലാണെങ്കിലും JEE ചാനലുകളിലാണെങ്കിലും കോഴ്സുകളെക്കുറിച്ചും കോളേജുകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നുമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിച്ചത് IIT 2024 കുറിച്ചാണ്. ഒരുപാട് നന്ദി. വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.